സത്യപ്രതിജ്ഞ മരം ഒരു വരമാണ്. ഞാൻ മരങ്ങൾ മുറിക്കില്ല. മരങ്ങളെ സംരക്ഷിക്കും എന്ന് ജൂൺ 5 ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇപ്പൊ ചാട്ടം വെക്കാൻ തോന്നില്ല. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും ചാട്ടം വെക്കും. നമ്മൾ മാത്രം ചാട്ടം വെക്കാൻ എങ്ങനെ വെക്കണ്ടേ? കിച്ചോട്ടാ, നിങ്ങൾ നാളെ വരൂലേ? നമുക്ക് ആ അയനിപ്പിലാവൊക്കെ മുറിക്കേണ്ടിയിരുന്നേ. അതിന്റെ മുകളിലാണെങ്കിൽ മുഴുവൻ കിളികള് കൂട് കൂട്ടിട്ട് കാട്ടിട്ടിട്ട് ചൊടിക്കേടാണ് കേട്ടോ. ആ വലിയ മരമാണ്. ചാട്ടസോ ഞാനോ? അത് നോക്കണ്ട. അത് ജൂൺ 5 എല്ലാവരും ചാട്ടത്തിടും. ചെറിയ ചെറിയ ചെടികളൊക്കെ കുഴിച്ചിടും. അത് നോക്കണ്ട. അത് അങ്ങനെ വെച്ചോളൂ കേട്ടോ. അത് നാളെ തന്നെ വരിട്ടോ മരം മുറിക്കാൻ വേണ്ടിട്ട്. വലിയ മരമാണ്. അത് പറഞ്ഞാൽ മറക്കരുത്. എന്റെ പൈസക്ക് ലേശം ആവശ്യമുണ്ട്. അതല്ലേ? നാളെ തന്നെ. ഓക്കെ, ശരി. ആ സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളെ പോലെ തന്നെയല്ലേ നമ്മളിൽ പലരും, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മനുഷ്യവർഗങ്ങൾ. നമ്മൾ മനുഷ്യരല്ലാതെ ആരാണ് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത്? മനുഷ്യർ മാത്രം. എല്ലാ വർഷവും ജൂൺ 5 നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കും. എന്നിട്ട് ആ വർഷം പല ആളുകളും മൊബൈൽ ഫോണിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രം മരത്തൈകൾ വെച്ച് പിടിപ്പിക്കും. എന്നിട്ട് അതിൽ പല ആളുകളും പിറ്റേ ദിവസം തന്നെ മരങ്ങൾ അനാവശ്യമായി വെട്ടിമുറിക്കും. കുന്നുകളും മലകളും ഇടിച്ചു നിരത്തും. അല്ലെ? സ്വന്തം അച്ഛനെയും അമ്മയെയും ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചിട്ട് അവരുടെ പിറന്നാൾ ദിവസം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു കേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അത്രമാത്രമാണ് ജൂൺ 5 മാത്രം ഇത്തരത്തിലുള്ള പ്രകൃതി സ്നേഹികളോട് നമുക്കും തോന്നുന്നത്.